മംഗലത്തെ പരിപാടിയുണ്ട്. അപ്പൊ എനിക്ക് ഈ ജോഗ്രഫി ശരിക്കും അങ്ങനെ മനസ്സിലായിട്ട് വരുന്നുള്ളൂ. എന്നോട് പറയാ കുന്നമംഗലത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള വഴിയിലാണ് അത്തോളി എന്ന് എന്നോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് എന്നോട് ഇതിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ ചെറിയൊരു കുടുംബ സംഗമത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. പക്ഷെ ഞാൻ കാണുന്നത് ചെറിയൊരു കുടുംബ സംഗമം അല്ല, ഞാൻ കാണുന്നത് ഒന്നൊന്നര കുടുംബ സമ്മേളനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തോളിയിലെ ഈ സംഗമത്തിന് അത്യുജ്വല സാന്നിധ്യവുമായി കടന്നു വന്ന UDFന്റെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും വിജയാശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ പരിപാടി വിജയത്തിന്റെ കാഹളമാണ് എന്നുള്ളതും ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആ തരത്തിൽ തന്നെ നിങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അത് കേവലം ഒരു പരിപാടിയുടെ ഒരുക്കമല്ല, അത് അത്തോളിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഭരണത്തിന്റെ തുടർച്ചയുടെ ഒരുക്കമാണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു മഹാസംഗമം തന്നെയാണ് നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആവേശം ഒട്ടും ചോരാതെ, ഈ ആത്മാർത്ഥതയിൽ ഒരു തരി പോലും കുറവ് വരാതെ നമ്മളെല്ലാവരും അവരവരുടെ പ്രദേശങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും അനിവാര്യമായി നമ്മൾ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത സ്വയം ബോധ്യപ്പെട്ടും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയും അക്ഷീണം യത്നിക്കണമെന്ന് ഞാൻ വിനീതമായി എല്ലാ പ്രിയപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിജിത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സഹോദര സ്ഥാനത്ത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂണിവേഴ്സിറ്റിയിലെ ജയിക്കുന്ന കാലം തൊട്ട് ഇന്നേ വരെയുള്ള പ്രവർത്തന മേഖലയിൽ ഒപ്പം നിൽക്കുന്ന ഒരു സഹപ്രവർത്തകനും സുഹൃത്തുമാണ്. അത്തോളിയിലേക്ക് വരുമ്പോൾ ആ സന്തോഷം കൂടി ഉണ്ട്, അതും പറയാതിരിക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഇതെന്താ പ്രശ്നം? ഇതിന്റെ ആളാരാ? ഇതിന്റെ ഉണ്ടോ? എവിടെയാ ഇതിന്റെ കൺട്രോളൊക്കെ എവിടെയാ? കുഴപ്പമില്ലല്ലോ, നമ്മുടെ മൈക്ക് ഇച്ചിരി ശബ്ദം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, മറ്റേ പ്രശ്നമൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിട്ടവർക്കും പോയവർക്കും ഒക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചെറിയൊരു പ്രയാസമൊക്കെ തോന്നുന്നുണ്ടാവും എന്നുള്ളതും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. നീ അത് വല്ല കേസിന്റെ ബഹളത്തിന്റെ ഒക്കെ പുറത്താണെങ്കിൽ അപ്പുറത്ത് നിന്ന് അതിന് സഹായിക്കാനുള്ള ഭരണത്തിനും ഇനിയിപ്പോ വലിയ ആയസമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇപ്പോൾ അത്തോളിയെ സംബന്ധിച്ച്, ഞാൻ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ വളരെ അവിചാരിതമായിട്ടാണ്, ഇന്നലെയാണ് പുള്ളിയുടെ ഏക്കറിന്റെ കാര്യമൊക്കെ, ഇന്നലെ മിഞ്ഞാന്ന് എപ്പോഴാണ് മിഞ്ഞാന്ന്, അപ്പൊ ഞാൻ ആലോചിച്ചു ഇയാൾ ആ വടകരയുടെ അവിടെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് അത്തോളിയില്ലല്ലോ, ഇയാളുടെ സ്ഥലവും ഇയാളൊക്കെ അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ. എനിക്ക് ഓരോ ദിവസം ഓരോ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ആൾക്കാർ അപേക്ഷയാണ്, ഞങ്ങൾക്ക് ഗ്രൗണ്ടിന് സ്ഥലമില്ല, ഞങ്ങൾക്ക് അവിടെ അതുണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും അപേക്ഷയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അറിഞ്ഞ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രയാ അസ്കർ ഭായി കൊടുത്തിരിക്കുന്നത്? 1 ഏക്കർ 18 സെന്റ് സ്ഥലം നാടിന് സമർപ്പിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. അതല്ല, അതിന്റെ കാര്യം എനിക്കറിയാം, ഞാൻ വേറെ അടുത്ത കാര്യം ചോദിക്കാം. ഇവരെ സ്വകാര്യം കഴിഞ്ഞിട്ടില്ല, ഞാൻ സ്വകാര്യം കഴിഞ്ഞിട്ടൊരു കാര്യം ഞാൻ ചോദിക്കാമെന്ന് വേറെ ഒന്നല്ല. സത്യം തുറന്നു പറഞ്ഞാൽ വടകര പ്രദേശത്തോടെ സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ടോ കേട്ടോ? തലയാട്ടുന്നുണ്ട്, സാധ്യതയുണ്ട്. പേരാമ്പ്രണ്ടോ? കേസിൽ പറഞ്ഞു പേരാമ്പ്രുണ്ട്. തരുന്നൊക്കെ പറഞ്ഞു നോക്കാം. നിങ്ങളത് എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് ജയിപ്പിച്ചിട്ട് ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു സ്വീകരണം കൊടുത്തിട്ട് അവിടുന്ന് ഒരു നിവേദനം കൊടുപ്പിച്ചിട്ട് അവിടെ ഇല്ലെങ്കിലും ഇത് വാങ്ങിത്തരാനെങ്കിലും പറയാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണെങ്കിൽ ഞാൻ പറയാം.
ഒരു മീറ്ററിന്റെ പേരിൽ, ഒരു സെന്റിമീറ്ററിന്റെ പേരിലൊക്കെ അതിർത്തിയും തർക്കവും വേലിത്തർക്കവും ഒക്കെ നിൽക്കുന്ന ഒരു നാട്ടിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോടതിയും കേസും വ്യവഹാരവും നടക്കുന്ന നാട്ടിലാണ് 1.25 ഏക്കർ സ്ഥലം കുട്ടികൾക്ക് വേണ്ടി, നാടിന് വേണ്ടി അനുവദിച്ചു തന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതും നിങ്ങൾ ആലോചിച്ച് നോക്കണം, 10-45 കൊല്ലം ഒരു നാടിന്റെ ഭരണത്തിലേറിയവർക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയുമില്ലാതിരുന്ന കാലത്ത് ആ ഭരണത്തിലേക്ക് UDF വരണമെന്ന് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോ അവരുടെ മുമ്പിൽ നമ്മൾ ഗ്രൗണ്ട് എന്ന വാക്ക് വെച്ചതിന് ആ വാക്കിനെ പാലിക്കുന്ന ശക്തിയായി അദ്ദേഹത്തിന് ഇവിടെ ഇല്ലാണ്ടാക്കി നാട്ടിൽ പോകുമ്പോൾ പട്ടക്കുമ്പോൾ പൊട്ടിച്ചുകൾ കൂട്ടി നിങ്ങളെ വേണം നാടിനെ മൊത്തം മക്കാറാക്കി അലാക്കാക്കി എന്നിട്ട് കെട്ടാക്കിട്ടി പറയുന്നത് വന്നിട്ടുണ്ട് പുള്ളിക്കുട്ടി പാലക്കാട്ടെ ചുടൻകുട്ടി എല്ലാ അച്ഛനമ്മമാർക്കും മോനെന്നും സ്വന്തം കുട്ടി വർഗീയ വിദ്വേഷപ്പൊരു എതിരാളി വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ. It's not all about winning. It's about managing your failures too. വലിയൊരു കാര്യത്തിന് ശ്രമിക്കുമ്പോൾ ഒരിക്കലും പരാജയപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും ശ്രമിച്ചിട്ടുമില്ല, ഒന്നും നേടിയിട്ടുമില്ല. ലോകം പരാജിതരുടേത് കൂടിയാണ്. ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് വിജയങ്ങൾ ഉണ്ടാവുന്നത്. ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ഫെസിലിറ്റീസ്. അത് സൗകര്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്സ് അബൌട്ട് ദ പാഷൻ വിച്ച് യു പൊസസ് ഫോർ സംതിങ്. നിങ്ങൾ ഒരു കാര്യത്തിനോട് വെച്ച് പുലർത്തുന്ന ഒരു പാഷനാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നത്.